പോയപ്പോൾ എന്റെ ഇളയ മകൻ രണ്ടാമത് എനിക്ക് ഒരു മകനെയും കൂടെ നൽകി. എന്റെ കാഴ്ച പോയതിന്റെ ദുഃഖം അല്പവും പേറാത്തവനാണ് ഞാന്. കാഴ്ച പോയതിന്റെ സങ്കടം ഒട്ടും വഹിക്കാത്തവനാണ് ഞാൻ. എന്താ കാരണം? ദൈവം ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അങ്ങനെ ദൈവം എനിക്കൊരു മകനെ നൽകി. അവനെന്റെ ഒരു കാഴ്ചയില്ലായ്മയുടെ ഒരു ഭാരവും എന്നെ അനുഭവിക്കാൻ ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ മകനിൽ ഞാൻ ചെയ്യേണ്ട ഒരു മാതാപിതാക്കളെ ചെയ്യേണ്ട എല്ലാ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും എന്റെ മകന് 14 വയസ്സായിരിക്കുമ്പോഴാണ് എന്റെ കാഴ്ച പോകുന്നത്. ഈ സമയത്തെല്ലാം ഒരു പക്വതയോടുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു പിതാവ് നിർവഹിക്കേണ്ട മുഴുവൻ പ്രവൃത്തികളും നിർവഹിക്കാൻ തക്കവിധം അവന് പാകതയും പക്വതയും ജ്ഞാനവും എളിമയെല്ലാം പാകതയും പക്വതയെല്ലാം കൊടുത്തവനെ പരിപോഷിപ്പിച്ചത് ദൈവമാണ്. അതാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. പ്രിയമുള്ളവരെ, അത്ര പെർഫെക്റ്റ് ആണ് ദൈവ സൃഷ്ടികർമ്മത്തിൽ. ദൈവത്തോടൊത്ത് സഹകരിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും. 8 10 മക്കളെ 10 12 മക്കളെ പോറ്റി വളർത്തുക ത്യാഗപ്രവൃത്തി തന്നെയാ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 80 90 വയസ്സായി കഴിയുമ്പോൾ നിങ്ങൾ അടുത്തുണ്ട് പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ 8 10 മക്കളെ പോറ്റിയ അമ്മമാരോ അപ്പന്മാരോ ഉണ്ടെങ്കിൽ അവരുടെ മുഖത്തൊന്ന് വീക്ഷിച്ചു നോക്ക് നിങ്ങൾ. അപ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പ്രസന്നതയില്ലേ? അവരുടെ ത്യാഗപ്രവൃത്തി മതി അവരുടെ വിശുദ്ധിയിലേക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ. അവർ ഒറ്റ ത്യാഗപ്രവൃത്തി മതി. പ്രിയമുള്ളവരെ, നമ്മളെ തിരിഞ്ഞ ദൈവത്തിലേക്ക് ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വിലാപിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. ഇപ്പോ അധികാരം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് ആരുടെ അടുത്തേക്ക് നോക്കിയ വോട്ട് ബാങ്ക് നോക്കിയ അധികാരികളെല്ലാം പിന്തുണയ്ക്കുകയുള്ളൂ. അപ്പോ ഇനി ഞാൻ അധികം മുന്നോട്ട് പറയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.